Hi friends, welcome to Vigaland Little World. നമുക്ക് സയൻസ് എങ്ങനെ വിളിക്കാം പക്ഷെ ഇപ്പൊ വേണ്ട. 2 മിനിറ്റ് കഴിയട്ടെ. എന്താ? അതിന്റെ മുമ്പ് നമുക്ക് എയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്താലോ? ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. എസ്തറിന് എത്ര സമയം ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്റെ റെക്കോർഡ് 41 സെക്കൻഡ്സാ. പക്ഷെ എസ്തർ അത് പൊട്ടിക്കണ്ട, ഒരു 35 മതി. അതെ, 35 പൊട്ടിച്ചാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയണേ. സ്റ്റാർട്ട്. അങ്ങനെയല്ല, ശ്വാസം എടുത്തോ, എന്നിട്ട് ടേബിൾ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഞാൻ സ്റ്റാർട്ട് ആയിക്കോളാം. അധികം നേരം ഇങ്ങനെ നിൽക്കല്ലേ, അൺകോൺഷ്യസ് ആയി പോവേ. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. എസ്തർ ഇതൊന്നും പറ്റില്ല കേട്ടോ. എസ്തർ ശ്വാസമൊക്കെ വിടുന്നുണ്ട്. ഞാൻ ശ്വാസമൊന്നും വിട്ടിട്ടില്ല. എസ്തർ അങ്ങനെയൊക്കെ പറയും. ഇനി ഞാൻ എന്റെ റെക്കോർഡ് എടുക്കട്ടെ. ശ്വാസം വലിച്ചു. കണ്ടു. നിർത്തിക്കാം, നിർത്തിക്കാം. കഴിഞ്ഞു, കഴിഞ്ഞു. കഴിഞ്ഞു, കഴിഞ്ഞു. നോക്കട്ടെ. കറക്റ്റ് 35 സെക്കൻഡ്സ്. എന്ന് നമുക്ക് സയൻസ് അങ്കിളിനെ വിളിക്കാം. ശരി, സയൻസ് അങ്കിൾ. ഹായ്. 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 അപ്പോൾ ഇന്നത്തെ എക്സ്പെരിമെന്റ്, ഇന്ന് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് ബലൂൺ കൊണ്ടാണ് കേട്ടോ. എപ്പോഴും മുട്ടയായിരുന്നു, ഇപ്പൊ ബലൂൺ ആയല്ലേ? മുൻപ് മുട്ട. ഈ എസ്തർ പറഞ്ഞു പറഞ്ഞ മുട്ട നിർത്തിയത്. എല്ലാ എക്സ്പെരിമെന്റും മുട്ടയും വെള്ളവും കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അല്ലേ? അങ്കിളിനെ നാട്ടിച്ചല്ലേ. ഓക്കെ, ഇത് വളരെ രസകരമായ ഒരു എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് 2 ബലൂൺ അവിടെ സ്പെയർ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ തന്നെ വെച്ചിരിക്കാം. ആയിക്കോട്ടെ, ഞാൻ ഒരു ബലൂൺ ഒന്ന് ഒരു ആണി ഞാൻ എടുത്തോളാം. ഒരു ആണി അവിടെ ഉണ്ടല്ലേ, അത് കളയരുതേ, കുറച്ച് ആവശ്യമുണ്ട്. എത്ര കഷ്ടപ്പെട്ടു. നമ്മളത് ബലൂൺ ചെറുതായിട്ടൊന്ന് വീർപ്പിച്ചു. ഓക്കെ, ഒന്ന് കെട്ടി. എസ്തറിന്റെ കയ്യിൽ ഒരു ആണി ഉണ്ടല്ലേ, തരും. വളരെ മൂർച്ചയുള്ളൊരു ആണി. ഉണ്ടോ? നല്ല മൂർച്ചയാ, ഷാർപ്പായിരുന്നു. തൊട്ട് നോക്കിയാ സ്ട്രോങ് ഒരു ആണി അല്ലേ? ചോദ്യം ഇതാണ്, ഈ ബലൂണിന്റെ പുറത്ത് ആണി ഇങ്ങനെ വെച്ചു അമർത്തി കഴിഞ്ഞാൽ എന്ത് ആണി പൊട്ടുമോ? അല്ല, ബലൂൺ പൊട്ടും. ശ്രമിച്ചു നോക്കുന്നോ? വേണ്ട, സാരമില്ല, എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യട്ടെ? ഓക്കെ, ശ്രദ്ധിക്കണേ. അല്ലേ, ഒരു ആണി കൊണ്ട് നമ്മൾ ആ ബലൂണിനെ അമർത്തിയപ്പോ അത് പെട്ടെന്ന് പൊട്ടിയല്ലേ? അടുത്തൊരു ബലൂൺ. ഇത് പൊട്ടിക്കല്ലത് പ്ലീസ്. നമ്മൾ ഈ ഒരു ബലൂണിനെയും കൂടെ എടുത്ത് കെട്ടുകയാണ്. ഇതിനെ പൊട്ടിക്കാനാണോ അങ്കിൾ? നമുക്ക് നോക്കാം. എസ്തർ, മാനു രണ്ടുപേരും ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ആണി കൊണ്ട് ഇതിനെ അമർത്തി കഴിഞ്ഞാൽ അല്ലേ? ഉറപ്പല്ലേ? വേണ്ട. തിരിച്ച് ഈ ആണിയുടെ പുറത്ത് ബലൂൺ വെച്ചിട്ട് തന്നെ അമർത്തിയാലോ? പൊട്ടും, അതും പൊട്ടും. തൽക്കാലം ആണി മാറ്റി വെക്കാം. ഇനി ആ ഒരു ആണിയുടെ സ്ഥാനത്ത് 1000 ആണികൾ അല്ല, 100 ആണികൾ. 100 ആണി. അയ്യോ, ഇതെന്തിനാ? തമാശ പറഞ്ഞാൽ 100 ആണിന്ന് ശരിക്കും ഇവിടെ ഇട്ടായിരുന്നു. എണ്ണി നോക്കുകയാണെങ്കിൽ ഒരു ബോർഡില് 100 ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ 2 പേരോടുള്ള ചോദ്യം ഇതാ. 2 പേരോട് മാത്രമല്ല, നിങ്ങൾ എല്ലാവരോടുള്ള ചോദ്യം ഇതാണ്. എന്ത് സംഭവിക്കും? ഈ ഒരു ആണിയുടെ പുറത്ത് ബലൂൺ വെച്ച് അമർത്തി കഴിഞ്ഞാൽ പോലും ബലൂൺ പെട്ടെന്ന് പൊട്ടുന്നതാണ്. ഇവിടെ 100 ആണികളാണുള്ളത്. ഈ 100 ആണിയുടെ മുകളിൽ 100 കൂടുതലുണ്ടോ? ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിന്റെ പുറത്ത് ഈ ബലൂൺ വെച്ച് അമർത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? പൊട്ടും. ഒരെണ്ണം അതെ, അപ്പൊ വളരെ പെട്ടെന്ന് പൊട്ടും അല്ലെ? അതായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരം. ഒരു കാര്യം ചെയ്യാം, ഇത് ഇങ്ങനെ വെച്ച് അമർത്തുന്നത് ബുദ്ധിയല്ല. അപ്പം എന്റെ കയ്യില് ആണി അടിക്കാത്ത ഒരു പലക കൂടിയുണ്ട് കേട്ടോ. അതായത് അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഇങ്ങനെ വെച്ച് അമർത്തി കഴിഞ്ഞാൽ ബലൂൺ പൊട്ടുകയും കൈ പെട്ടെന്ന് ഇതിലടിക്കുകയും ചെയ്യും അല്ലെ? നമുക്കത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറത്ത് ബലൂൺ വെച്ചു. അതെ, ഇങ്ങനത്തെ ഒരു ആണി അടിച്ച ഒരു പലക കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത് കാണുക. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഇതിന്റെ പുറത്ത് അമർത്തി കഴിഞ്ഞാൽ ബലൂണ് പൊട്ടും. രണ്ടുപേരും കാതൊക്കെ പൊത്തി തയ്യാറായിരിക്കുകയാണല്ലേ ബലൂൺ പൊട്ടുന്ന ഒച്ച കേൾക്കാതിരിക്കാൻ. ശ്രദ്ധിക്കണം.
എന്താ സംഭവിക്കുന്നത്? പൊട്ടാത്തെ പൊട്ടാത്തേ. ഒന്ന് അമർത്തി നോക്കിയേ. എത്ര അമർത്തി? അല്ല, പതുക്കെ പതുക്കെ ഒരാൾ ഓരോരുത്തരായിട്ട് എത്ര അമർത്തിയിട്ട് പൊട്ടുന്നുണ്ടോ? ഓക്കെ, വിട്ടോ. മാനം അമർത്തി നോക്കിയേ. ഇത് പൊട്ടില്ല. എത്ര അമർത്തുമ്പോഴാ പൊട്ടുന്ന നോക്കിയേ. എനിക്കത് കാണണ്ട. കൈ മാറ്റിക്കോ. അപ്പൊ ചോദ്യം ഇതാണ്, ഇത് പൊട്ടും, തീർച്ചയായും പൊട്ടാതെ നിന്നിരിക്കില്ല. പക്ഷെ വളരെ ശക്തിയായിട്ട് അമർത്താമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഞാൻ ഇതിനെ ഇവിടെ നിന്ന് മാറ്റി മടിയിൽ വെക്കുകയാണേ. ഇത് ഗ്ലാസ് ടേബിൾ ആയതുകൊണ്ട് ഇത് പൊട്ടിക്കഴിയുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഗ്ലാസ്സിൽ വളരെയധികം ഉണ്ടാവും. ഇവിടെ വെക്കാം, ശ്രദ്ധിച്ചു നോക്കാം. ഇതിന്റെ പുറത്ത് വച്ചിട്ട് ഇതുണ്ടോ? പ്ലീസ് അങ്കിൾ, വേണ്ട അങ്കിൾ. ഇത് കഴിഞ്ഞിട്ട് അങ്കിൾ പൊട്ടിച്ച. ഇത്ര ശക്തിയായിട്ട് അമർത്തിയിട്ട് പോലും അല്ലേ? ഓക്കെ, ഇപ്പോഴാണ് പൊട്ടിയത്. എത്ര ശക്തിയല്ലേ ഉള്ളൂ അതിന്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ പൊട്ടും. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് അമർത്തുക. അതിന്റെ ഇതിന്റെ പാടുണ്ടല്ലേ അതില്? അതെ. അപ്പൊ വളരെ ശക്തിയായിട്ട് അമർത്തുന്നത് വരെ ആ ബലൂണ് ശരിക്കും ഇത്രയും ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അത് പൊട്ടിയില്ല. അതിനിടയ്ക്കൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ചോദ്യം ഇതാണ്, ഒരു ആണി കൊണ്ട് ഇത് അമർത്തിയപ്പോ ബലൂൺ വളരെ പെട്ടെന്ന് പൊട്ടി. പക്ഷെ 100 ആണികളുടെ മുകളിൽ ഈ ബലൂൺ വെച്ചിട്ട്, ഇത് വെച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായാലോ? ബലൂൺ പൊട്ടുന്ന സമയത്ത് കൈ ചെന്ന് ആണിയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു പലക വെച്ചത്. ഇത് അമർത്തുന്ന സമയത്ത് ബലൂണിന് വളരെയധികം പവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. ധാരാളം പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഈ ബലൂൺ പൊട്ടിയത്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് പതിവ് പോലെ അങ്ങോട്ട് വിട്ടുതരുന്നത്. കൂട്ടുകാര് അന്വേഷിക്കുക, സുഹൃത്തുക്കളോട് ചോദിക്കാം, ടീച്ചേഴ്സിനോട് അന്വേഷിക്കാം. എന്നിട്ട് ശരി ഉത്തരം എന്താണെങ്കിലും ഞങ്ങൾ എഴുതി അറിയിക്കുക.